സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സംബന്ധിച്ച ഉപദേശക സമിതി മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ പരിശോധന പൂർത്തിയാക്കി. സർക്കാർ നിയോഗിച്ച ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ കൂടുതൽ പരിശോധനകൾക്കായാണ് ഉപദേശക സമിതി എത്തിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ടി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ഈ മാസം 23-ാം തീയതി മുതലാണ് പ്രദേശത്ത് പരിശോധന ആരംഭിച്ചത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമഗ്രമാക്കുന്നതിനു വേണ്ട പഠനങ്ങളും വിവരശേഖരണവുമായിരുന്നു ലക്ഷ്യം. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓഗസ്റ്റ് 12 മുതൽ 15 വരെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത്. അതിശക്ത മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമെന്നാണ് കണ്ടെത്തൽ. ഈ സംഘം ഒരു തവണ കൂടി ജില്ലയിലെത്തി ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പരിശോധന നടത്തും. ഈ റിപ്പോർട്ട് കൂടി ലഭ്യമായാൽ ഉപദേശക സമിതി പരിശോധിച്ച് സർക്കാരിന് വിശദ റിപ്പോർട്ട് നൽകും. പുനരധിവാസത്തിനുതകുന്ന സ്ഥലങ്ങൾ, ദുരന്തമേഖലയിലെ സുരക്ഷിതവും അല്ലാത്തതുമായ പ്രദേശങ്ങൾ, ഉരുൾപൊട്ടലിന്റെ കാരണങ്ങൾ എന്നിവയെല്ലാം റിപ്പോർട്ടിലുണ്ടാകും. ഇപ്പോഴത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ നമ്മൾ പോയാൽ തന്നെ അവിടെ ഇപ്പോഴും മല ഇടിയുന്നുണ്ട്. ഞങ്ങൾ ഈ 2-3 ദിവസം നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇടിഞ്ഞ് വീഴുന്ന കാണാം. അപ്പം കുറച്ച് നാളത് സ്റ്റെബിലൈസ് ചെയ്യാതെ ആ ഏരിയ അത്ര ഉപയുക്തമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമാകും. പിന്നെ അത് മാത്രമല്ല, ഗവൺമെൻറ് ആയാലും ഇത്രയെങ്കിലും ദൂരം മാറിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസ്, കാരണം എല്ലാം കുത്തിമറിഞ്ഞ് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കേന്ദ്ര ഭൗമശാസ്ത്ര കേന്ദ്രം ശാസ്ത്രജ്ഞൻ ജി ശങ്കർ, കേരള സർവകലാശാല മുൻ പ്രൊഫസർ നന്ദകുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിൻ കുമാർ എന്നിവരും അംഗങ്ങളായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ GS പ്രദീപ് കൺവീനറുമായ ഉപദേശക സമിതിയാണ് ജില്ലയിലെത്തി പഠനം നടത്തിയത്. കൈരളി ന്യൂസ്, വയനാട്.